നവകേരള സദസ് അവസാനിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സർക്കാരിന്റെ യാത്രയുണ്ടാക്കിയ വിവാദങ്ങളും പോരാട്ടങ്ങളും വാക്ക് തർക്കങ്ങളുമെല്ലാം പതിയെ പതിയെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അവസാനിക്കാത്ത ഒന്നുണ്ട്: ജനങ്ങളിൽ നിന്നും പിണറായി സർക്കാർ നേരിട്ട് വാങ്ങിയ പരാതികൾ. ഇതിനു മുൻപേ തന്നെ പരാതികൾക്ക് സർക്കാർ പരിഹാരം കാണുന്നില്ലെന്നും പരിഹാരം കണ്ട പരാതികളിലെ ചില സർക്കാർ പിഴവുകളുമെല്ലാം ചർച്ചയായതായിരുന്നു. നവകേരള സദസ് അവസാനിക്കുന്നതിന് മുൻപേ തന്നെ ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുമെന്നായിരുന്നു സർക്കാരിന്റെ ഭാഷ്യം. എന്നാൽ അത് ഒരിക്കലും നടപ്പാകില്ല എന്ന വസ്തുത ആദ്യം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ നവകേരള സദസ് കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ പരിഹരിച്ച പരാതികൾ 13.48% മാത്രം. വീട് ആവശ്യപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചതെങ്കിലും തദ്ദേശ ഭരണ വകുപ്പ് ഇതെല്ലാം ലൈഫ് മിഷന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് തന്നെ തിരിച്ചയച്ചു. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് തല ചായ്ക്കാൻ ഒരിടമാണ്. എന്നാൽ ലഭിച്ച എല്ലാ അപേക്ഷകളും തദ്ദേശ വകുപ്പ് ജില്ലാ ഭരണകൂടത്തിന് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ലൈഫ് മിഷനാണെന്നും തങ്ങളല്ലെന്നുമായിരുന്നു മറുപടി. ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുള്ള പരാതികളും മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ച് റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറേറ്റിലേക്ക് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഫലത്തിൽ എന്തെങ്കിലും നടപടിക്കായി പരാതിക്കാർ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണമെന്ന് സാരം. ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ്സ് നടന്നത് ഡിസംബർ 15, 16, 17 തീയതികളിലായിരുന്നു. ആകെ ലഭിച്ച പരാതികൾ 1,00,000-ലേറെയാണ്. അതായത് 52,684 പരാതികൾ. ഇതിൽ 7,106 പരാതികൾക്ക് പരിഹാരം കണ്ടു. പരാതികൾക്കൊന്നും പരിഹാരം കാണാനല്ലായിരുന്നെങ്കിൽ പിന്നെ ജനങ്ങളെ പൊരുവെയിലത്ത് നിർത്തി ഈ പ്രഹസനം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം തേടിയുള്ള അപേക്ഷകൾക്കും ഈ അവസ്ഥയിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല. റവന്യൂ വകുപ്പിന് അയച്ച അപേക്ഷകൾ അതുപോലെ തന്നെ ജില്ലാ കളക്ടറേറ്റിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. ഇതിനുള്ള ന്യായീകരണമാകട്ടെ, ചികിത്സയ്ക്കുള്ള അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും റവന്യൂ വകുപ്പല്ല ഇത് കൈകാര്യം ചെയ്യുന്നതെന്നും മാത്രമല്ല അപേക്ഷകന് തന്നെ നേരിട്ട് OTP നമ്പർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഇതോടെ വെട്ടിലായ സർക്കാർ അപേക്ഷകൾ മുഴുവൻ രജിസ്റ്റർ ചെയ്യാൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും 20 ലോഗിൻ വീതം നൽകാനുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇതിനെല്ലാം മാസങ്ങൾ എടുക്കുമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്നതാണ് കൂടുതലായി ലഭിച്ച മറ്റു പരാതികളിലൊന്ന്. ഇക്കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് ജില്ലാ ഭരണകൂടവും പറഞ്ഞു കഴിഞ്ഞു. ഇവർ ആകെ ചെയ്യുന്നത് ഈ അപേക്ഷകളെല്ലാം അതാത് ജില്ലകളിലെ ലീഡ് ബാങ്കുകൾക്ക് കൈമാറുകയാണ്. ബാങ്കുകളാകട്ടെ ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടുമില്ല. കാരണം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. ശരിക്കു പറഞ്ഞാൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ രാവിലെ മുതൽ രാത്രി വരെ വെയിലും കൊണ്ട് മുഖ്യനെയും സംഘത്തെയും കാത്തുനിന്ന് പരാതി സമർപ്പിച്ച ജനങ്ങളൊക്കെ മണ്ടന്മാരായിരുന്നു സാരം. മുഖ്യന്റെയും സംഘത്തിന്റെയും നവകേരള സദസ്സിന് ആളെ കൂട്ടുക എന്ന തന്ത്രമാകട്ടെ ലക്ഷ്യം കാണുകയും ചെയ്തു.